മഴയെ തുടർന്ന് പുനലൂരിൽ ലോറിക്ക് മുകളിലേക്ക് മതിലും കെട്ടിടവും ഇടിഞ്ഞു വീണു. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സർവീസ് സ്റ്റേഷൻ കെട്ടിടവും കോൺക്രീറ്റ് മതിലും ഇടിഞ്ഞു വീണു. അപകടത്തിൽ ഒരു ലോറിയുടെ മുകളിലേക്കാണ് കൂറ്റൻ കോൺക്രീറ്റ് പാളികൾ പതിച്ചത്. ലോറിക്കുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രദേശത്ത് കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടിരുന്നു. വൈകുന്നേരത്തോടെയാണ് അപകടം നടന്നത്. ഇടിഞ്ഞു വീണത് സർവീസ് സ്റ്റേഷന്റെ ഭാഗമായ കെട്ടിടവും സമീപത്തെ വലിയ കോൺക്രീറ്റ് മതിലുമാണെന്നാണ് പ്രാഥമിക വിവരം. സർവീസ് സ്റ്റേഷനിലെ ഒരു ജീവനക്കാരൻ അപകട സമയത്ത് ലോറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റൊരു സ്കൂൾ ബസ്സും കുടുങ്ങിയിട്ടുണ്ടാകാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. എന്നാൽ കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. അഗ്നിരക്ഷാസേന, പോലീസ്, നാട്ടുകാർ എന്നിവർ ചേർന്ന് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുവെന്നാണ് വിവരം. കർഷകനെ CPM നേതാവും മകനും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശി കല്ലേക്കുളത്ത് സുരേന്ദ്രൻ നായർക്കാണ് പരിക്കേറ്റത്. ഇയാളുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. സുരേന്ദ്രന്റെ ഭൂമിയുടെ പാട്ടക്കരാർ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൂട്ടാർ സ്വദേശിയായ CPM പ്രാദേശിക നേതാവ് തമ്പി എന്നറിയപ്പെടുന്ന ഭുവനചന്ദ്രൻ നായരും ഇയാളുടെ മകൻ പ്രദീപും ചേർന്ന് സുരേന്ദ്രനെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. തമ്പിയുടെ കയ്യിൽ നിന്നും താൻ പണം കടം വാങ്ങിയിരുന്നുവെന്നും അപ്പോൾ ഒപ്പിട്ട് വാങ്ങിയ മുദ്രപേപ്പറിൽ വ്യാജമായി പാട്ടക്കരാർ എഴുതി ചേർത്ത ഭൂമി തട്ടിയെടുക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്ര സന്ദർശനത്തിൽ വിശദീകരണവുമായി CPIM നേതാവ് P. ജയരാജൻ. കോടതിയിൽ പോകുന്ന വഴിക്ക് യാദൃച്ഛികമായാണ് കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് വായനയിലൂടെ അറിഞ്ഞിരുന്നുവെന്നും അതിനാലാണ് അവിടെ നേരിട്ട് പോയി എല്ലാം കാണണമെന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമല്ല. ചരിത്രത്തെയും സമൂഹത്തെയും മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. താൻ ഭക്തനായി മാറിയെന്ന് പറയുന്നവരോട് സഹതാപം മാത്രമാണെന്നും P. ജയരാജൻ പറഞ്ഞു. മെയ് 3 നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കി. പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനം. മറ്റൊരു തീയതിയിൽ പരീക്ഷ വീണ്ടും നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചു. പരീക്ഷ പേപ്പർ ചോർച്ച ക്രമക്കേട് CBIക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പുതിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഔദ്യോഗിക സൈറ്റുകൾ മാത്രം വിവരങ്ങൾക്കായി ആശ്രയിക്കുക. പുതിയ രജിസ്ട്രേഷൻ ആവശ്യമില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ 75 കോടിയുടെ പാഴ്ചെലവ്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇപ്പോൾ നടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെന്ന് സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. മത്സരിക്കാത്ത വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് പ്രത്യേക സാഹചര്യം വേണം. ജനങ്ങൾ തെരഞ്ഞെടുത്ത അംഗങ്ങൾ യോഗം ചേർന്ന് നേതാവിനെ തീരുമാനിക്കണം. ഇത് ജനങ്ങളെ അറിയിക്കണം. മുഖ്യമന്ത്രിയാകാനുള്ള വ്യക്തി ആലപ്പുഴ MP ആകാൻ രാജസ്ഥാനിൽ നിന്നുള്ള MP സ്ഥാനം കാലാവധിക്ക് മുമ്പ് രാജിവെച്ചു. ഇപ്പോൾ ആലപ്പുഴ MP ആണ്. ഇനി മുഖ്യമന്ത്രിയാകാൻ ഈ പദവിയും രാജിവെക്കണം. ഇതിലൂടെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി ഉണ്ടാകും. ജനങ്ങളുടെ നികുതി പണം 75 കോടി രൂപയുടെ പാഴ്ചെലവാണെന്നും ഇവർ ആരോപിച്ചു. അവയവ കച്ചവടത്തിൽ വിറ്റത് 25 പേരുടെ അവയവങ്ങൾ. നജീബിന്റെ ഡയറിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അവയവദാന കച്ചവടത്തിനായി മുഖ്യപ്രതി നജീബിന്റെ അക്കൗണ്ടിലൂടെ 6 കോടിയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തൽ. വ്യാജരേഖ ചമച്ച് 25 പേരുടെ അവയവദാനം നടത്തി. അവയവ കൈമാറ്റത്തിന് സഹായിച്ചെന്ന് സംശയിക്കുന്ന ആശുപത്രികളിലേക്കും അന്വേഷണം നീട്ടിയതായാണ് വിവരം. നജീബിനെതിരെ കൊലപാതകമടക്കം 12 കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. നജീബിനെ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസിൽ പരാതി. മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസിൽ പരാതി. 112 കോടി രൂപയുടെ പദ്ധതിയുടെ ടെൻഡർ നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. 30 വർഷത്തേക്ക് ജലാശയം സ്വകാര്യ ഏജൻസിക്ക് പാട്ടത്തിന് നൽകിയെന്നും പദ്ധതി ലാഭത്തിന്റെ 3.5% മാത്രം സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് പാട്ടക്കരാറെന്നും പരാതിയിൽ പറയുന്നു. തൊടുപുഴയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ബേബി ജോസഫാണ് പരാതി നൽകിയത്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കിയാൽ പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ്. റാപ്പിഡോ, യൂബർ എന്നിവയിൽ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സർവീസിനായി ഇറക്കിയ ഇരുചക്ര വാഹനങ്ങൾ ടാക്സി ബൈക്കിലോട്ട് മാറ്റണം. ഇതിനായി ഇനി അധിക സമയം അനുവദിക്കില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. കുറഞ്ഞ നിരക്കിൽ വേഗത്തിൽ നഗരങ്ങളിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന സേവനമായിട്ടാണ് റാപ്പിഡോ, യൂബർ എന്നീ കമ്പനികൾ ബൈക്ക് ടാക്സികൾ രംഗത്തിറക്കിയത്. വാണിജ്യ സിലിണ്ടറിന് വില കുത്തനെ കൂടിയതിന് പിന്നാലെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വിലയും കൂട്ടി. ചായയ്ക്ക് 4 രൂപയും ഊണിന് 30 രൂപ വരെയുമാണ് കൂട്ടിയത്. 12 രൂപയായിരുന്ന ചായക്കിനി 16 രൂപ നൽകണം. കാറ്ററിംഗ്, ഹോസ്റ്റൽ മേഖലകളെല്ലാം പ്രതിസന്ധിയിലാണ്. ഇതോടെ സാധാരണക്കാരുടെ ബജറ്റ് താളം തെറ്റി. ഒരു ഊണിന് 90 രൂപയായിരുന്നു. എന്നാൽ ഇനി മുതൽ 120 രൂപ നൽകേണ്ടി വരില്ല. പൊറോട്ടയുടെ വില വർദ്ധിപ്പിച്ചതിനാൽ അതിന് മാറ്റമുണ്ടാകില്ല. അതേസമയം നോൺ വെജ് വിഭവങ്ങളുടെ വിലയിൽ വർധനവുണ്ടാകും.
കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള CPIM നേതാവ് യു പ്രതിഭയുടെ ആവശ്യം തള്ളി ആലപ്പുഴ ജില്ലാ നേതൃത്വം. വക്കീൽ ഓഫീസ് തുറന്ന് കായംകുളത്ത് തന്നെ പ്രവർത്തിക്കാൻ യു പ്രതിഭ താൽപര്യം അറിയിച്ചിരുന്നു. കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ പ്രതിഭയോട് പ്രവർത്തനം തകഴിയിലേക്ക് മാറ്റാൻ CPIM നേതൃത്വം നിർദ്ദേശിച്ചു. തോൽവിക്ക് ശേഷം പ്രതിഭ നടത്തിയ പ്രതികരണങ്ങളിൽ ജില്ലാ നേതൃത്വത്തിന് അതിർത്തിയുണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി R. നാസർ ശാസിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള താൽപര്യം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചത്.